മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസ് എംഎൽഎക്ക് ബിജെപി 100 കോടി വാഗ്ദാനം നൽകിയതായി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗിന്റെ വെളിപ്പെടുത്തൽ. ബിജെപി എംഎൽഎ നാരായൺ ത്രിപാഠിയാണ് കോൺഗ്രസ് എംഎൽഎക്ക് 100 കോടി വാഗ്ദാനം നൽകിയത്. മോർന ജില്ലയിലെ സബൽഗഡ് എംഎൽഎയായ ബൈജ്നാഥ് കുശ്വാഹയ്ക്കാണ് ത്രിപാഠി കോടികൾ വാഗ്ദാനം ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ബിജെപി എംഎൽഎ നാരായൺ ത്രിപാഠി മോർന ജില്ലയിലെ സബൽഗഡ് എംഎൽഎയായ ബൈജ്നാഥ് കുശ്വാഹയെ ബന്ധപ്പെട്ടിരുന്നു. ഒരു ഭക്ഷണശാലയിലേക്ക് അദ്ദേഹത്തെ നാരായൺ കൂട്ടിക്കൊണ്ടുപോയി. മുൻ മന്ത്രിമാരായ നരോട്ട മിശ്രയും വിശ്വാസ് സാരംഗും കുശ്വാഹയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവർ സർക്കാരിനെ താഴെയിറക്കാൻ കുശ്വാഹയ്ക്ക് 100 കോടി രൂപ വാഗ്ദാനം ചെയ്തു. ബിജെപി സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്തു. ചാർട്ടേഡ് വിമാനത്തിൽ അവർക്കൊപ്പം യാത്ര ചെയ്യാനും കുശ്വാഹയെ ക്ഷണിച്ചു. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല, ദിഗ്വിജയ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ആരോപണം തള്ളി ബിജെപി നേതാക്കൾ രംഗത്തെത്തി. അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ദിഗ്വിജയ് സിംഗിന്റെ ലക്ഷ്യമെന്നും ആരോപണത്തെ ഗൗരവമായി കാണുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് ഗോപാൽ ഭാർഗവ പറഞ്ഞു. എന്നാൽ തനിക്കെതിരെ ദിഗ്വിജയ് സിംഗ് ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നരോട്ട മിശ്രയും കൂട്ടിച്ചേർത്തു.